പ്രാർത്ഥനയും ശുശ്രൂഷകളൊക്കെ വളരാൻ തുടങ്ങിയപ്പോൾ നമ്മളുടെ ക്രിസ്തീയ കൂട്ടായ്മകളെല്ലാം പഴയ പോലെയല്ല, എല്ലാ ദേശത്തും ശക്തിപ്പെട്ടു വരാൻ തുടങ്ങി. 2, പണ്ട് മാതാപിതാക്കളാണ് മക്കളെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധം ആയിരുന്നതെങ്കിൽ ഇന്ന് ഒത്തിരി പുതിയ തലമുറകളിലെ മക്കളിലൂടെ മാതാപിതാക്കൾ ദൈവത്തെ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അനുഭവങ്ങളുണ്ട്. മക്കൾ നല്ല ചെറുപ്പക്കാരാണ്, അവർ ഭയങ്കര പ്രാർത്ഥന, വിശ്വാസം, അത് കഴിഞ്ഞിട്ട് ബിസിനസ് ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ജോലിയുള്ളൂ, അത് കഴിഞ്ഞിട്ട് എല്ലാം പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ദൈവവും ദേവാലയവും വിശുദ്ധ കുർബാനയും ഒക്കെ മക്കൾ തുടങ്ങിയപ്പോൾ പള്ളിയും പ്രാർത്ഥനയും ഒന്നും വേണ്ട, അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അപ്പൻ്റെ സ്വന്തക്കാര് സുഹൃത്തുക്കളൊക്കെ മക്കളെ കണ്ടിട്ട് ഇതാ അപ്പന്മാര് പോകുന്നു പ്രാർത്ഥിക്കാനൊക്കെ, എൻ്റെ മക്കൾ മാറി, പിന്നെ ഞാൻ മാറിയില്ല, പിന്നെ എന്തിനാന്ന് പറഞ്ഞ് മക്കളിലൂടെ മാതാപിതാക്കൾ ദൈവത്തെ അറിയുന്ന ഒരു ലോകത്തിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. മക്കളിലൂടെ അതൊരു പ്രത്യേകതയാണ്. ഇതൊരു വലിയൊരു തീയാണ്, അത് കത്തിപ്പടരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അംശമാണ് നമ്മളിവിടെ ഇത്രയും പേര് ഇരിക്കുന്നത് പോലും. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ചൊരു കാര്യം പറയാം. അതായത് ദൈവസന്നിധിയിൽ നമ്മൾ എടുക്കുന്ന കമ്മിറ്റ്മെന്റിനെ ദൈവം നമ്മുടെ വലിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അതൊരു പ്രത്യേകതയാണ്. അതായത് ദൈവം എല്ലാവരും ഉപയോഗിക്കില്ല, ദൈവം ഉപയോഗിക്കുന്നത് ചിലരെയാണ്. ദൈവത്തിന്റെ ഇന്റർവ്യൂ നടത്തുന്ന മാനദണ്ഡം നമ്മൾ ഇന്റർവ്യൂ നടത്തുന്ന മാനദണ്ഡമല്ല. നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത് എങ്ങനെയാണ്? കഴിവുകൾ നോക്കിയിട്ടാണ്. ദൈവത്തിന്റെ ഇന്റർവ്യൂ എങ്ങനെയാണെന്ന് അറിയാമോ? ഇവൻ നാളെ ആരാകുമെന്ന് നോക്കിയിട്ടാണ്. രണ്ടിനും വ്യത്യാസമുണ്ട്. മനുഷ്യന്റെ ഇന്റർവ്യൂ ഇപ്പൊ അവൻ ആരാ, ഇപ്പൊ പ്രാർത്ഥന നയിക്കാൻ കഴിവുള്ള ആളാണോ, ഇപ്പൊ പ്രസംഗിക്കാൻ കഴിവുണ്ടോ, MBA കഴിഞ്ഞതാണോ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ, ആളുകളെല്ലാം കോർത്തിറക്കി കൊണ്ടുപോകുമോ, പ്രശ്നം ഉണ്ടാകാതെ കൊണ്ടുപോകുന്ന ആളാണോ, ആളൊരു മീഡിയമായിട്ട് നിൽക്കുന്ന, ഇതൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കും. നമ്മുടെ ഇന്റർവ്യൂവിന്റെ ഭാഗമാണ്. ദൈവം ഒരാളെ ഇന്റർവ്യൂവിൽ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ദൈവം നോക്കുന്നത് 10 വർഷം കഴിഞ്ഞാൽ ഇവനിലൂടെ ഈ ലോകത്ത് എന്തൊക്കെ ചെയ്യാൻ ഇവനെ കൊണ്ട് പറ്റും, അതാണ് ദൈവം നോക്കുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. ദൈവം നോക്കുന്നത് നാളെയെ നോക്കി ഇന്നെ വിളിക്കും. അങ്ങനെ നാളെയെ നോക്കി വിളിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. പറഞ്ഞേ ഹല്ലേലൂയ. പറയാം ഹല്ലേലൂയ. 2, ദൈവസന്നിധിയിൽ നമ്മളുടെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ, ആ കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ദൈവം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. ഇത് നിങ്ങൾക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം, നിങ്ങൾക്കത് നാളെ ഒരു ഉപകാരമാകും. മോശ, ഇസ്രായേൽ ജനത്തെ നയിച്ച മോശ ആടുകളെ മേയിച്ച് മരുഭൂമിയിലൂടെ പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണത്. മുൾപടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു, അത് കത്തി അമരുന്നില്ല. മോശ അത് കാണാൻ വേണ്ടി അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ നിന്നൊരു സ്വരം കേൾക്കുകയാണ്, മോശ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് പ്ലീസ് അഴിച്ചു മാറ്റണം. എവിടെ കിടക്കുന്ന ചെരുപ്പാ? ഏത് വാക്കാ ഉപയോഗിച്ചത്? ഊരി മാറ്റണമെന്നാണോ അഴിച്ചു മാറ്റണമെന്നാണോ പറഞ്ഞേ? രണ്ടിനെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിങ്ങൾ ചെരുപ്പ് അഴിച്ചിട്ടിരിക്കും അവിടെ, ഇത് പോകുമ്പോഴേ എടുത്തിട്ടോണ്ട് പോകാൻ അവിടെ വെച്ചിരിക്കുന്നത്. അല്ല സോറി, ഊരിയിട്ടിരിക്കുന്ന ചെരുപ്പുകളായത്. അഴിച്ചു കളയുക എന്ന് പറഞ്ഞാൽ അത് ലൈഫ് ലോങ് എടുത്ത് കളയാനാ. നമ്മളിവിടെ ഊരി ഇട്ടിട്ടേ ഉള്ളൂ, അത് 3:30 പ്രാർത്ഥന കഴിയുമ്പോഴേ പോകുമ്പോൾ അത് ഇട്ടോണ്ടേ പോവുള്ളൂ. തൽക്കാലത്തേക്ക് അവിടെ ഇട്ടിരിക്കുന്ന. മോശയോട് അത് ഊരി ഇച്ചിരി മാറ്റിയിട, കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ നിൽക്കുന്ന സ്ഥലം നല്ല. മോശയോട് പറഞ്ഞു, നിന്റെ കാലിലെ ചെരുപ്പ് അഴിക്കണം. അഴിക്കണമെങ്കിൽ എന്ത് വേണം? അഴിക്കണേ നമ്മൾ കുനിയണം. ഇനി ചിന്തിച്ചേ, മോശ ഇത് കേട്ടപ്പോൾ ദൈവത്തോട് നോർമലായിട്ട് ചോദിക്കാൻ പാടില്ലേ? കാലേ ഒരു ചെരുപ്പ് കിടക്കുന്നത് ഇത്രയും വലിയ തെറ്റാണോ ദൈവമേ? കാലയിലല്ലേ ഒരു ചെരുപ്പ് കിടക്കുന്നത്? ഒരു ചെരുപ്പ് ഇത്ര ഇതാണ്, ചെരുപ്പാണോ പ്രശ്നം? മോശയോട് പറയുക, കാലേ കിടക്കുന്ന ചെരുപ്പ് മാറ്റാൻ. എന്തേ നിസ്സാരമായ ഒരു കാര്യമാണ്. മോശ അതനുസരിച്ചപ്പോ മോശയെ ദൈവം എവിടം വരെ എത്തിച്ചു? ഇനി കേട്ടോ, മോശ ഒരു ചെറിയ കാര്യം കേട്ടപ്പോൾ അതിന്റെ ഫിലോസഫി എന്നാ, അതിന് ലോജിക്കലായിട്ട് എന്ത് ബന്ധമായതുള്ളത്? ഇവിടെ തീ കത്തുന്നുണ്ട്, അവിടെ ചെരുപ്പ് വരേണ്ട കാര്യം എന്നാ? ഇവിടെ
അതിന്റെ ലോജിക്കും ഫിലോസഫിയും തത്വശാസ്ത്രവും ഒന്നുമല്ല പഠിക്കാൻ പോയത്. മോശെ അത് അനുസരിച്ചു. ഇനി ഈ മോശയുടെ കൈ പിന്നെ എവിടെ വരെ എത്തി? എന്നാ കൈയായിട്ട് മാറി? യുദ്ധം വന്ന സമയത്ത് ആരുടെ കൈ അഹരോനും ഹൂറും ഉയർത്തിപ്പിടിപ്പിച്ചത്? എന്താ ഈ അപ്പുറത്ത് ഈ മോശ പറഞ്ഞു എന്റെ കൈ ഉയർത്തിപ്പിടിച്ചു, മടുത്തു, പ്രാർത്ഥിച്ച് ഞാൻ ടയേർഡായി എന്ന് പറഞ്ഞപ്പം, മടുത്തു എന്ന് പറഞ്ഞപ്പം അഹരോനും ഹൂർ എന്ന വ്യക്തിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പറഞ്ഞില്ലല്ലോ, എടാ പുള്ളി മടുത്തെങ്കിൽ നമുക്ക് രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാം, പുള്ളി റെസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെയല്ല പറഞ്ഞേ. അവർ രണ്ടുപേരും കൂടെ ഈ വ്യക്തിയുടെ കൈ ഉയർത്തിപ്പിടിക്കാൻ. ഈ മോശയുടെ കൈക്കാണ് ഇത്ര പ്രത്യേകത. ഇവർക്ക് കൈയില്ലേ? എല്ലാവർക്കും കൈയുണ്ട്. പക്ഷെ ചില ആളുകളുടെ കരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതാ തൊട്ടാൽ തൊട്ട പോലെ ഇരിക്കും. അതുകൊണ്ട് ആശീർവദിച്ചാൽ ആശീർവദിച്ച പോലെ ഇരിക്കും. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞ പോലെ ഇരിക്കും. അത് അച്ചട്ടായിരിക്കും. ചില ആളുകൾ കരങ്ങൾ ഉയർത്തി ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവം ഇറങ്ങി വരും. പറഞ്ഞു ഹല്ലേലൂയ. മോശ എന്ന് പറയുന്ന ഒരാൾ ആകെ ചെരുപ്പ് അടിച്ചിട്ടുള്ള ആ കൈ കൊണ്ട്, ആ അഴിച്ച കൈ, ആ കുനിയാൻ കാണിച്ച മനസ്സ്, ദൈവത്തിന്റെ വാക്ക് കേട്ടപ്പോൾ അതൊന്ന് ചെയ്തപ്പം ഈ കൈയിലാണ് പിന്നെ എന്ത് വന്നത്? ഇസ്രായേൽ ജനത്തിന് വിജയം കൊണ്ടിരുന്ന കൈയായിട്ട് മാറിയത്. മാറിയോ? ഇസ്രായേൽ ജനത്തിന് വിജയം കൊണ്ടൊന്നും യുദ്ധം നടത്തിയിട്ടല്ല, മോശയുടെ കരങ്ങളിലൂടെ അവിടെ വിജയം ഉണ്ടായി. അതായത് നമ്മൾ 24 മണിക്കൂർ കരങ്ങൾ ഉയർത്തുന്ന ആളുകളാണ്. നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദേശത്ത്, സഭയിൽ, കുടുംബത്തിൽ, ഭാവി തലമുറയിൽ വിജയമുണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ കമ്മിറ്റഡ് ആയിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ചെരുപ്പഴിച്ച് മാറ്റിയ കാര്യം നമ്മളുടെ വിശുദ്ധീകരണത്തിന്റെ ഏറ്റവും ചെറിയ, അതായത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു കരടേലും ഉണ്ടെങ്കിൽ ഈ ഞായറാഴ്ച കൂട്ടായ്മയിൽ അത് മാറണം. അതായത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിക്ക് എതിരായി നിൽക്കുന്ന ഒരു കരട്, ആ ചെറിയ കരടാ, കാലയിൽ കിടക്കുന്ന ചെരുപ്പ് പോലത്തെ കരടാണത്. അത് ദൈവം എന്റെ ജീവിതത്തെ ഉയർത്താൻ തടസ്സമാണെങ്കിൽ, അത് വേണ്ടെന്ന് ആ ദൈവം പറഞ്ഞെങ്കിൽ അത് കളഞ്ഞു. അങ്ങനെയുള്ളവർ കരങ്ങൾ ഉയർത്തിയാൽ അത് ഭയങ്കര ശക്തിയായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ആരെയായിരിക്കും? ദിനം പ്രതി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവനെ തോൽപ്പിക്കാൻ വലിയ പാടാ. അവനെ തോൽപ്പിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തുന്നവനെ തോൽപ്പിക്കാൻ പറ്റുമോ? പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസ് കൊടുത്തപ്പോൾ സ്ഥലത്തെ എസ് ഐ ഈ കള്ളക്കേസ് കൊടുത്തയാളും പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗമാണ്. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഒരു പാവപ്പെട്ട മനുഷ്യനെതിരെ സ്ഥല സംബന്ധമായ കേസ് കൊടുത്തപ്പോൾ ആ എസ് ഐ ചോദിക്കുവാണ്, എടോ ഞാൻ എങ്ങനെയാണോ അവനെതിരെ കേസ് സർക്കാർ കടലാസിൽ എഴുതുന്നത്? അപ്പൊ എസ് ഐക്ക് പോലും ഇത് ചെയ്യാൻ പാടില്ല, ഒരു പേടി. ഒരു ഏറ്റവും പാവപ്പെട്ടവണ്, പക്ഷെ അവൻ പ്രാർത്ഥിക്കുന്നവനെ എല്ലാവർക്കും ഒരു ഭയമുണ്ട്. പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ പറ്റില്ല, തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. 2, പ്രാർത്ഥിക്കുന്ന മോശയുടെ കാര്യത്തിന് അടുത്ത പ്രത്യേകതകൾ. ആ മോശയുടെ കയ്യിൽ ഒരു ഉണക്ക വടി ഉണ്ടായിരുന്നു, ഒരു വടി. ആ വടി നമ്മുടെ ആരുടെ കയ്യിൽ കിട്ടിയാലും നമ്മൾ അടുക്കി വെക്കുമല്ലേ, ഒടിച്ചു പറിച്ച് കളയും. ആ വടി വേറെ ആരുടെ കയ്യിൽ കിട്ടിയിട്ട് കാര്യമില്ല. അത് മോശയുടെ കയ്യിൽ കിട്ടിയപ്പം വെറുതെ പാറയിൽ അടിച്ചതുള്ള ആ കൈ കൊണ്ട് 1500 അടി അടിച്ചിട്ട് കുഴൽക്കിണർ വെള്ളം അടിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെയാണ് പാറയിൽ തൊടുമ്പോഴേ വെള്ളം. ഇവിടെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് കുഴൽക്കിണർ വെള്ളമില്ല. ഇതാ പാറയിൽ ഒരു അടി അടിച്ചതേ ഉള്ളൂ, ഇഷ്ടം പോലെ വെള്ളം, ലക്ഷക്കണക്കിന് ആൾക്കാർ. ഈ വടി ഒന്ന് നിലത്തിട്ടതേ ഉള്ളത് പാമ്പായിട്ട് മാറി. ഇത് കയ്യിലെടുത്തപ്പോൾ വേറൊരു രീതിയിലായി. ഈ വടിയെടുത്ത് വെള്ളം ചെങ്കടലിന് നേരെ നീട്ടിപ്പിടിച്ച് ഉറക്കെ പറഞ്ഞപ്പോൾ വെള്ളം 2ആയിട്ടങ്ങ് മാറി. അത്ഭുതങ്ങളൊക്കെ നടന്നത് ഏത് കൈ കൊണ്ട് ചെയ്തപ്പോഴാ? മോശ. അപ്പൊ മോശയുടെ കരത്തിന് എന്തൊക്കെയോ പ്രത്യേകതയുള്ളതായി മാറിയെങ്കിൽ അതിനേക്കാൾ വിലയുള്ള കരം ആയി നമ്മുടെ കരത്തിൽ ദൈവം ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരിക്കും. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ അത്രയും വില കൊടുക്കുന്നവരായിരിക്കണം. അത്രയും വില കൊടുക്കുന്നവരെ ദൈവം വലിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അടുത്തൊരു കാര്യം, ആരാ ഇസ്രായേൽ ജനത്തെ ചെങ്കടലിലൂടെ നയിച്ചത്? മോശ. ആരാ മുന്നിൽ നിന്നത്? മോശ മുന്നിൽ നിന്നു. അതായത് ഇവിടെ ഇരിക്കുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗങ്ങളെ, നിങ്ങളുടെ മക്കൾക്ക് ദൈവം വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഭാവി, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ദൈവത്തിലേക്ക് കൊണ്ടുവരാനുള്ള വിളി നിങ്ങൾക്കുണ്ട്. ഇത് നിങ്ങളിലൂടെ നടക്കണമെങ്കിലേ
നമ്മൾ അത്രയും വില കൊടുത്ത ആളുകൾക്ക് മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നമ്മളിലൂടെ ഒരാളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എത്ര മസിൽ പിടിച്ചാലും എത്ര പറഞ്ഞാലും അവരാരും കേൾക്കത്തില്ല. ചില ആളുകൾക്ക് പരാതിയില്ലേ, ഞാൻ പറഞ്ഞു മടുത്തു. നമ്മൾ പറയുമ്പം ദൈവത്തിലേക്ക് ഒരാൾ വരണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ വില കൊടുത്തവരായിരിക്കണം. നമ്മൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം. ദൈവസന്നിധിയിൽ വില കൊടുക്കുന്നവരെ ദൈവം ഉപയോഗിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ഈ പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്നലെ ക്ലാസ് എടുത്തപ്പോഴും ഞാൻ പ്രാർത്ഥന എന്ന വിഷയത്തെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. പക്ഷേ ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയേണ്ട 2 സാഹചര്യവുമാണ് ഇവിടെ ഇരുന്നത്. 2 സാഹചര്യം. ഇന്നലത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയും പ്രാർത്ഥനയെ കുറിച്ച് പറയേണ്ട ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് പ്രാർത്ഥനയെ കുറിച്ചാണ്. നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? നമുക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? നമ്മുടെ എല്ലാവരുടെയും ഒരു പരാതിയാണ്, ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്, നല്ല ഒരു ആഗ്രഹമുണ്ട്. ഈശോ 5 സമയത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്ര സമയത്ത്? ഈ 5 സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിച്ച് 10 ദിവസം പ്രാർത്ഥിക്കാത്തവരാണ്. കഴിഞ്ഞ വർഷമേ പ്രാർത്ഥന നിർത്തിയതാണ്. ഇപ്പൊ 1 വർഷമായി ശരിക്കും പ്രാർത്ഥിച്ചിട്ട്. എന്നാലും നമ്മൾ ചിന്തിക്കുന്നു പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്ന്. ശ്രദ്ധിച്ചേ, 5 സമയത്ത് ഈശോ പ്രാർത്ഥിച്ചു. എപ്പോഴൊക്കെയായിരിക്കും ഈശോ പ്രാർത്ഥിച്ചത്? ഒന്നാമത് ഈശോ പ്രാർത്ഥിച്ചൊരു സമയമാണ് മർക്കോസ് 1:35. എപ്പോഴായിരിക്കും പ്രാർത്ഥിച്ചത്? അവൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് ഒരു വിജന സ്ഥലത്തേക്ക് പോയി അവിടെ ഇരുന്ന് ഏറെ നേരം പ്രാർത്ഥിച്ചു. ആര്? അന്ന ഒരു കാര്യം കേട്ടെ, ഈശോ പോലും പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി പോകുന്ന നമ്മൾ എന്തേറെ അളവിൽ പ്രാർത്ഥിക്കണം. ഈശോ പോലും ഇത്രയും പ്രാർത്ഥിച്ചു. രാവിലെ എഴുന്നേറ്റ് ഒരു സ്ഥലത്ത് മാറിപ്പോയിരുന്നു പ്രാർത്ഥിച്ചു, അതിരാവിലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നില്ലേ? പോരാ, നമ്മൾ ഇനിയും പ്രാർത്ഥിക്കണം. പറയാം, അതിരാവിലെ പ്രാർത്ഥിച്ചു. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, അവൻ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ പിന്നെ പ്രാർത്ഥിച്ചപ്പോഴാ? രാത്രി. ഇനി അടുത്തൊക്കെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അധികം പ്രാർത്ഥിക്കാത്ത സമയങ്ങളാണ് ബാക്കി 3 ഏതൊക്കെയാണ്? നമ്മൾ സന്തോഷമുള്ളപ്പോൾ പ്രാർത്ഥിക്കില്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നുപോകും. നമുക്ക് ചുറ്റും ഇവിടെ നിൽക്കുന്ന ആളെന്നോട് സപ്പോർട്ട് ചെയ്യുന്നു, ഇപ്പോഴത്തുള്ളവർ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഭയങ്കര ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നു, എന്റെ ചുറ്റുമുള്ളവർ എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് 4 ചുറ്റിന്നും സന്തോഷം മാത്രമേ ഉള്ളൂ. അന്നേരം ഞാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണെന്ത്? അന്നേരം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം മറന്നുപോകും. ഈശോ സന്തോഷമുള്ളപ്പോൾ പ്രാർത്ഥിച്ചായിരുന്നു. ബൈബിളിൽ കൃത്യമായിട്ട് പറയുവാണ്, ബൈബിളിലെ ഈശോയെ കുറിച്ച് അവിടെയുള്ള ആളുകൾ ഈശോ അത്ഭുതം പ്രവർത്തിച്ചു. എല്ലാവരും കൂടെ പറയുക, നമുക്ക് ഇവനെ രാജാവാക്കിയാലോ, ഇവനെ രാജാവാക്കിയാലോ. എല്ലാവരും കൂടെ ഈശോയെ രാജാവാക്കാൻ നോക്കുന്ന സമയം ചുറ്റും ഭയങ്കര ഹാപ്പി അല്ലേ? ആ സമയത്ത് ഈശോ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, അവൻ അവരുടെ ഇടയിൽ നിന്ന് ഒറ്റ മാറ്റം മാറിയിട്ട് കുറച്ച് ദൂരെ ചെന്ന് ഏറെ സമയം പ്രാർത്ഥിച്ചു. എന്നാൽ രാജാവാക്കാൻ പോവാണല്ലോ എല്ലാവരും. അതിന്റെ ആ ഓളത്തിന് നിന്ന് കൊടുത്താൽ രാജാവാകൂലോ എന്ന് ചിന്തിച്ചില്ല. അവൻ അവരുടെ ഇടയിൽ നിന്ന് മാറി സന്തോഷമുള്ളപ്പം പ്രാർത്ഥിക്കണം. ഇപ്പൊ എത്ര സ്ഥലമായി? 3 സ്ഥലം. അതിരാവിലെ പ്രാർത്ഥിക്കണം, രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിക്കണം, സന്തോഷമുള്ളപ്പം പ്രാർത്ഥിക്കണം. അടുത്ത സമയമാണ് ദുഃഖമുള്ളപ്പം പ്രാർത്ഥിക്കണം. ദുഃഖമുള്ളപ്പം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈശോ കുരിശുമരണത്തിലെ കുറച്ച് സമയത്തിന് മുമ്പ് ഒരു കല്ലേറ് ദൂരം മാറി കുറെ നേരം പ്രാർത്ഥിച്ചിട്ടാണ് എന്ത് ഫേസ് ചെയ്തത്? സഹനത്തെ മുഖാമുഖം കണ്ടത്. സഹനത്തെ ഈശോ ഫേസ് ചെയ്തത് പ്രാർത്ഥനയിലാണ്. ഇപ്പൊ എത്രയായി? 5-മതൊരു സമയമുണ്ട്. ഈശോ എല്ലാം പ്രവർത്തിച്ചത് പ്രാർത്ഥിച്ചിട്ടാണ്. ഈശോ എല്ലാം തെരഞ്ഞെടുത്തത് പ്രാർത്ഥിച്ചിട്ടാണ്. പ്രവർത്തിച്ചതും തെരഞ്ഞെടുത്തതും പ്രാർത്ഥിച്ചിട്ടാണ്. ഹല്ലേലൂയ. ഇത്രേ സമയത്ത് നമ്മളും പ്രാർത്ഥിച്ചാൽ
ലോകത്തിൽ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ചിട്ടു. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ പല പരിപാടികളും പൊളിഞ്ഞു പോകുന്നത്? നമ്മൾ ഒറ്റ ബുദ്ധിക്ക് നല്ലതാണെന്ന് തോന്നുന്നു ചാടി ചെയ്യും, അത് ചെന്ന് നിൽക്കുന്ന നഷ്ടത്തിലായിരിക്കും. നമുക്ക് ചിലർ പറയും, ഇതാ കാനഡയ്ക്ക് പോകാൻ ഒരു ഓഫർ ഉണ്ട്, 10 ലക്ഷം രൂപ 3 ഗഡുക്കളായി കൊടുത്താൽ ഇപ്പോൾ കാനഡയ്ക്ക് കൊണ്ടുപോകും. നമ്മൾ അന്നേരം 6 ലക്ഷം കൊടുത്തു, ബാക്കി 3 ലക്ഷം തവണകളായി കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നീട് അറിഞ്ഞത് ഇത് വെറും കളിപ്പീരായിരുന്നു. എന്തുകൊണ്ട് അതിനു മുമ്പ് ദൈവത്തോട് ശരിക്കും പ്രാർത്ഥിച്ചില്ല? എന്തു കാര്യവും ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഒരു കാര്യം ശ്രദ്ധിച്ചേ, നമ്മൾ ക്രിസ്ത്യാനികൾ ഇപ്പോഴല്ല, കുറച്ച് പുറകോട്ട് ചിന്തിച്ചാൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോയോണ്ടാണ് നമ്മൾ എല്ലാ വിധത്തിലും പുറകോട്ട് പോയത്. ആണോ അല്ലയോ? ഒന്ന് നോക്കി, നമ്മൾ എല്ലാത്തിനും മുൻപന്തി നിന്നവരാണ് നമ്മൾ ക്രിസ്ത്യാനികൾ. എല്ലാത്തിനും അന്ന് വിശുദ്ധ കുർബാനയും കൊണ്ട് പോകുമ്പോൾ ടാറിട്ട് റോഡിൽ മുട്ടയിൽ നിന്ന തലമുറയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അന്ന് മുട്ട നിൽക്കും, ഉള്ള സ്ഥലത്ത് മുട്ട, മണലിലാണ് മണൽ, കല്ലിലാണ് കല്ല്. അന്നുണ്ടായിരുന്ന ഉയർച്ചയുടെ പകുതി പോലും ഇല്ല. ഇപ്പൊ നമ്മൾ സോഫയിലിരുന്നും കറങ്ങുന്ന AC റൂമിൽ ഇരുന്ന് നല്ല സൂപ്പർ പ്രാർത്ഥനകളാണ്. ത്യാഗമുള്ള പ്രാർത്ഥനകൾ കുറവാണ്, സൂപ്പർ പ്രാർത്ഥനകൾ കുറവാണ്, നല്ല പ്രാർത്ഥനകളില്ല. നോക്കിക്കേ, പ്രാർത്ഥിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ നമുക്ക് നല്ല ഉയർച്ചയുണ്ടായിരുന്നു. നമ്മളെ എല്ലാവരും അസൂയോടെ നോക്കിയൊരു കാലം ഉണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞു, അക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ കലക്ടർമാരെ എടുത്തായിരുന്നെങ്കിൽ അതിൽ പകുതിയിലധികം നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു ഒരു കാലത്ത്. എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് വെച്ച് നോക്കിയാൽ നിങ്ങളുടെ ആൾക്കാരായിരുന്നു ഏറ്റവും മുമ്പിൽ. ഏത് പഞ്ചായത്തിൽ ഏത് സ്ഥലത്ത് പോയാലും നിങ്ങളുടെ ആൾക്കാർ, ഏത് ആശുപത്രിയിൽ ചെന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടറായ പേര് നോക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരിക്കും. ഇപ്പോഴോ അതെല്ലാം വാഹനത്തിന്റെ റിവേഴ്സ് ഗിയർ ഇട്ട പോലെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യത്തിലും നമ്മുടെ മക്കൾ എല്ലാ ഇംഗ്ലീഷ് മീഡിയത്തിലും A+ മേടിക്കുന്നതിലും നേഴ്സിംഗ് വരെ എത്തുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് അധികം പേര് പോകുന്നില്ല. എല്ലാ നേഴ്സിംഗ് വരെ എല്ലാവരും പോയി ഇടിച്ചവിടെ നിൽക്കുന്നുണ്ട്, അവിടെ വരെ പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് കയറി ഉയർന്നു നിൽക്കുന്ന ഒരു അഭിമാനമായി നിൽക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു. എല്ലാ മേഖലയിലും കുറെ കുറവുണ്ട്. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ആകെ 2 മക്കളെ ഉള്ളൂ. ആ 2 മക്കളും വിശ്വാസത്തിൽ നിൽക്കുമോ ഇല്ലയോ എന്ന് ഉള്ളിനുള്ളിൽ പേടിയുള്ള മാതാപിതാക്കൾ 25% ഉണ്ട്. നമ്മൾ ക്രിസ്ത്യാനികളുടെ പല പെൺകുട്ടികളും വിവാഹം കഴിച്ചത് മുസ്ലിമിനെയാണ്. അവർ തട്ടമിട്ട് മുസ്ലിമായി ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് വലിയ അഹങ്കാരത്തോടെ ജീവിക്കുന്നു. മാതാപിതാക്കൾ മരണത്തിന് മുമ്പിൽ നിൽക്കുന്നു. മറ്റൊരു മതത്തിലും ഇല്ലാത്ത വിധത്തിലുള്ള ചില പൊളിച്ചിലുകൾ പല സ്ഥലത്തും വന്നിട്ടുണ്ട്. എപ്പോ വന്നു? പ്രാർത്ഥനയിൽ ഉയരാത്തതൊക്കെ പൊളിയുള്ളൂ. പ്രാർത്ഥനയിൽ പണിതുയർത്തതിനെ ഒരു ശക്തിക്കും പൊളിക്കാനാവില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ പണിതുയർത്തുക. നമ്മുടെ ജീവിതത്തെ എങ്ങനെ അറിയോ? ചില കിണറൊക്കെ അടിതൊട്ട് കെട്ടിക്കയറുന്ന കണ്ടിട്ടില്ല? അടിതൊട്ട് കെട്ടിക്കയറും, അല്ലെങ്കിൽ ഇടിഞ്ഞു പോകുന്നു പറയും. അടിതൊട്ട് കൈകളിട്ട് കെട്ടിക്കയറും, അല്ലെങ്കിൽ റിങ് വാർക്കി, ഇടിഞ്ഞു പോകാതെ റിങ് വാർക്കും. ഇതുപോലെ ജീവിതത്തെ റിങ് വാർത്ത് കയറ്റണം, അല്ല അടിതൊട്ട് കെട്ടിക്കയറണം നമ്മുടെ വിശ്വാസ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഈ അടുത്ത കാലത്താണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതും അതിനുവേണ്ടി ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചതും എല്ലാം. അതിനുവേണ്ടി എന്നെ ഞാനാക്കിയത് എൻ്റെ ഇച്ചിരിയുള്ള പ്രാർത്ഥനാ ജീവിതമാകട്ടോ. എന്നെ ഞാനാക്കിയത് അല്ല ഇവിടെ ഈ മൈക്ക് പിടിച്ച് ഇത്രയും നല്ല സ്ഥലത്ത് ഇത്രയും വിദ്യാഭ്യാസമുള്ള നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ലായിരുന്നു. അതിനുള്ള യാതൊരുവിധ യോഗ്യതയില്ല. പക്ഷെ എന്നെ ഇവിടെ നിർത്താൻ യോഗ്യനാക്കിയത് എൻ്റെ വലിയ പ്രാർത്ഥനയൊന്നുമല്ല, ഇച്ചിരിയുള്ള ചില പ്രാർത്ഥനയാണ് ഇത്രയേറെ എത്തിച്ചത്. ഇന്നെനിക്ക് തോന്നുന്നുണ്ട് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചൊക്കെ 10-15 വർഷം, ഒരു 10-20 വർഷം മുമ്പേ കുറച്ചുകൂടെ നന്നായിട്ടൊന്നും ബോധ്യപ്പെട്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തേലും ഉയരത്തിൽ എത്താമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കും. ഞാൻ ശരിക്കും എൻ്റെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞപ്പോൾ ഇച്ചിരി പ്രായമുള്ള ഒരാൾ പറയുക, ഒരു 10-30 വർഷം മുമ്പ് ഇതൊക്കെ കേൾക്കേണ്ടതായിരുന്നു. 10-30 വർഷം മുമ്പ് ഇതൊക്കെ അറിയാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേ എന്ന് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ ഞാനാക്കിയത് പ്രാർത്ഥനയാണ്. നിങ്ങളെ നിങ്ങളാക്കുന്നതും
നിങ്ങളുടെ പഠനമോ ജോലിയോ ശമ്പളമോ വീടോ മക്കൾ കാനഡയിലാണോ അതൊന്നും നോക്കിയിട്ടല്ല. നിങ്ങളെ നാളെ നിങ്ങളാകുന്നത് നിങ്ങളുടെ ദൈവത്തോടുള്ള ആ ബന്ധമാണ്, പ്രാർത്ഥനാ ജീവിതമാണ്, പ്രയർ ലൈഫാണ്. ഇപ്പൊ നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇതറിഞ്ഞാൽ നമുക്കിതൊരു വേറൊരു ലോകത്തിലായി പോകും നമ്മൾ. ആ വചനം ഞാൻ നിങ്ങൾ എടുക്കാം. 1 Corinthians 3:16. 1 Corinthians 3:16. എന്താണ് ദൈവവചനം? ബൈബിൾ ഉണ്ടെങ്കിൽ ഓർക്കൊന്ന് വായിക്കാം. 1 Corinthians 3:16. അവർക്ക് വായിക്കാമോ? നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും. ഒന്നും കൂടെ ആ വാക്ക് 2-3 പ്രാവശ്യം വായിച്ചാലേ ഇച്ചിരി എരി പിടി കിട്ടും. അത് 3 പീസായിട്ട് അത് മുറിച്ച് എന്നിട്ടത് വായിച്ച്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും. അപ്പൊ ഞാൻ ദൈവത്തിന്റെ ആലയം. ഇതിനകത്ത് ആരാ ഉള്ളത്? ദൈവാത്മാവ് നിങ്ങളിൽ. ആ സെന്റൻസ് നോക്കിക്കേ, വസിക്കുന്നു എന്നാണ്, വസിച്ചായിരുന്നു എന്നല്ല. അതായത് പ്രസന്റ് ടെൻസിൽ എഴുതിയിരിക്കുന്നത് തോന്നും, വസിക്കുന്നു. ഹല്ലേലൂയ. രാവിലെ 10 മണിക്ക് വന്നിരിക്കും, 12 മണിക്ക് പോകും, ഒരു 6 മണിയാകുമ്പോൾ വീണ്ടും ദൈവാത്മാവ് വരും, രാത്രിയിൽ അത് പോകും, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും എന്ന് എഴുതിയിട്ടില്ല. നിങ്ങളിൽ വസിക്കുന്നു. എപ്പോഴാണ് വസിക്കാൻ തുടങ്ങി? ഒന്നുകൂടെ കേട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ ആലയം. അതായത് ഞാനിങ്ങനെ ഞൊള്ളുമ്പോൾ എൻ്റെ വേദന എടുക്കുന്ന ഈ ശരീരം എന്താണ്? ഇത് ദൈവത്തിന്റെ. ഇത് അറിഞ്ഞാൽ തന്നെ നമ്മുടെ ആത്മീയ ജീവിതം ഒരൊറ്റ ഉയർച്ചയായിരിക്കും. എൻ്റെ ശരീരം ദൈവത്തിന്റെ ആലയം. ഇതിനകത്ത് ഏതാത്മാവായിരിക്കുന്നത്? ദൈവാത്മാവ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പറയണം, എന്റെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് തരണം. വിലയുള്ള ദൈവാത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, വിലയുള്ള ഒരാത്മാവ്, വിലയുള്ള ദൈവാത്മാവ്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന്റെ. അപ്പൊ ഏതാത്മാവാണ് ഇരിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവാണ് എന്ത്? ദൈവാത്മാവ്. ഇത് നമ്മുടെ ഉള്ളിൽ. ഇപ്പൊ 6 മണിക്ക് ഒരാൾ മരിച്ചു. 6 മണിക്ക് ഒരാൾ മരിച്ചാൽ 2 വഴിക്ക് പോകും. ഏതൊക്കെ? ശരീരം നേരെ പെട്ടിക്കകത്തോട്ട് നോക്കുന്നു, അത് നാളെ നേരത്തോട് നേരെ വാങ്ങുന്നതിന് മുമ്പ് അത് കുഴിച്ച് ഇടും, അത് കുഴി കുത്തി ഇടും, അല്ലെങ്കിൽ കല്ലറയ്ക്കകത്ത് നോക്കും. ആത്മാവ് അടക്കാൻ പറ്റില്ല. ആത്മാവിനെ ആരെങ്കിലും കുഴി വെക്കാറുണ്ടോ? 6 മണിക്ക് മരിച്ചാൽ 6 മണിക്ക് തന്നെ നടക്കുന്ന ഒരു സംഭവമാണ്. മരിച്ചയാൾ പെട്ടിയിലേക്ക് കുഴിയിലേക്ക്. ആത്മാവ് അത് തന്ന, അതെവിടെ? ആരുടെ ആത്മാവ്? അത് ദൈവാത്മാവായതുകൊണ്ട് അത് ദൈവത്തിലേക്ക് പോകും. മരിക്കുന്ന സമയം വരെയും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരാത്മാവുണ്ട്. അത് വിലയുള്ള ദൈവാത്മാവാണ്. ഇത് എപ്പോഴാ വന്നേ? അതായത് ഒരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് ഒരു മൈന്യൂട്ട് സെക്കൻഡിലാണ്. ഒരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ഒരു മൈന്യൂട്ട് സെക്കൻഡ് ഉണ്ട്, സെക്കൻഡിനേക്കാൾ താഴെ. ആ സെക്കൻഡിൽ സ്വർഗത്തിലെ ദൈവം ഒരാത്മാവിനെ ഈ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ കൊച്ചിന് കൊടുക്കും. അതുകൊണ്ട് അബോർഷൻ ചെയ്യരുത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചില ആളുകൾ പറയും, ഡോക്ടർമാര് പരിശോധിക്കും, 3 മാസം 5 മാസം ആയപ്പോൾ പരിശോധിച്ച് പറഞ്ഞു കൊച്ചിന് അംഗവൈകല്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾ ആ കൊച്ചിനെ കളഞ്ഞേക്ക്. അപ്പൊ നമ്മൾ പറയും കളയരുത്, അത് ചെയ്യരുത്, നിങ്ങൾ മഹാഭാവം ചെയ്യരുത്. കാരണം ആ കുഞ്ഞിന്റെ ഉള്ളിൽ എന്തുണ്ട്? ദൈവം കൊടുത്ത, നമ്മൾ ഉണ്ടാക്കി ഒരെണ്ണം സൃഷ്ടിച്ച് അതിനകത്ത് വെച്ച് കൂട്ടി വെച്ച സാധനമല്ല, ദൈവം നേരിട്ട് കൊടുത്ത ഒരു ആത്മാവ് ഇരിപ്പുണ്ട്. ഈ ആത്മാവിനാണ് വിലയുള്ളത്. ഇനി ഒരു കാര്യം കേട്ടെ, ദൈവം എനിക്ക് തന്ന ആത്മാവിന് ഞാൻ വില കൊടുത്താൽ ദൈവം എന്റെ ഈ ശരീരത്തിനും ദൈവം വില തരും. വിശ്വാസമുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസം ഇല്ലാത്തവർ പറഞ്ഞേ ഹല്ലേലൂയ. കുറെ പേരുണ്ട്. അതാണ് നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ്. ഏത്? വിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്. അത് അറിയാതെ പറഞ്ഞാണ്. നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ദൈവാത്മാവുണ്ട്. ഇതിന് വില കൊടുത്താൽ ദൈവം എന്തിനു വില തരും? വില തരുമോ?
അൽഫോൻസാമ്മ മരിച്ചു. ആ അൽഫോൻസാമ്മ മരിച്ചു കഴിഞ്ഞ് നാളുകൾക്ക് ശേഷം അൽഫോൻസാമ്മയുടെ ആ ശവകുടീരത്തിൽ നിന്ന് ഒരു ഡ്രസ്സിന്റെയോ അസ്ഥിയുടെയോ ഒരു ചെറിയ കഷ്ണം കിട്ടി. അതേത് ദേശത്ത് കൊണ്ടുപോയി അവിടെ പ്രത്യേകമായി പ്രാർത്ഥിക്കുമ്പോൾ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥം ആ ദേശത്തുള്ള ആളുകൾക്ക് അവിടെ കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും അസ്ഥികൾക്കും അങ്ങനെ എല്ലാവരും ഉപയോഗിച്ച ഡ്രസ്സിന്റെ അംശത്തിനും തിരിശേഷി ആവുമായിരുന്നെങ്കിൽ നമ്മളെ ആരുടെയും സംഭവം എല്ലാവരുടെയും ഇല്ല. ദൈവം കൊടുത്ത ആത്മാവിന് വില കൊടുത്തു. ആ വില കൊടുത്ത ആള് മരിച്ച് മണ്ണോട് മണ്ണായാലും അവിടെയുള്ള ഒരു തരി മണ്ണിന് വരെ ആ വില ദൈവം ഇടും. അതുകൊണ്ടാണ് ചില വിശുദ്ധരായ ആളുകൾ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശരീരം ഇപ്പോഴും അതുപോലെ ഇരിക്കുന്നു. നാവ് അഴിഞ്ഞിട്ടില്ല, ശരീരം അഴിഞ്ഞിട്ടില്ല. ശരീരത്തിന് ദൈവം വില തരും. ആ ശരീരമാണ് തിരിശേഷിപ്പുകളായി മാറുന്നത്. ദൈവം തന്നെ ഒരു വിലയുള്ള ആത്മാവുണ്ട്. ഈ ആത്മാവിന് ഞാൻ വില കൊടുത്താൽ എന്റെ ഈ ശരീരത്തിന് മരിച്ചതിന് ശേഷം പിന്നീടും എന്റെ ഈ ശരീരത്തിന് വിലയുണ്ട്. ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. അപ്പൊ ഈ ദൈവാത്മാവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ, നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചാൽ ഓർക്കണം, ഈ ആത്മാവിന് ദോഷം വരാത്ത ദോഷം വരുന്ന ഒരു കാര്യം ചെയ്യരുത്. അതായത് ബൈബിളിൽ റോമാലേഖനം 8-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിന്റെ ഫസ്റ്റ് പാർട്ട് ഇങ്ങനെയാണ്: ജഡാഭിലാഷങ്ങൾ എങ്ങോട്ട് നയിക്കുള്ളൂ? ഏതാണ് ജഡാഭിലാഷങ്ങൾ എന്ന് പറഞ്ഞാൽ? ലോകത്തിന്റെ ആഗ്രഹം, ജഡത്തിന്റെ ആഗ്രഹം, വ്യഭിചാരത്തിന്റെ പാപം, ജഡിക പാപങ്ങൾ. ഇതെങ്ങോട്ട് നയിക്കുള്ളൂ? എനിക്ക് ദൈവം തന്നെ ആത്മാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. ജഡാഭിലാഷങ്ങൾ ആത്മാവിന്റെ മരണത്തിലേക്ക്. എന്നാൽ ആത്മീയ അഭിലാഷമോ? അത് എന്റെ ആത്മാവിന് എന്താ ആത്മീയ അഭിലാഷം എന്ന് പറഞ്ഞാൽ? എനിക്ക് വചനം കേൾക്കണം, അല്പം കൂടി പ്രാർത്ഥിക്കണം, എനിക്ക് ഇന്ന് ഒരു നേരം എടുത്ത് പ്രാർത്ഥിക്കണം, എനിക്ക് അല്പം കൂടി വിശ്വാസത്തിൽ വളരണം. ഇത്രയൊന്നും പോരാ, എന്റെ ആത്മീയ ജീവിതം കുറച്ചുകൂടി. ഇതാണ് ആത്മീയ അഭിലാഷം. ഇതെവിടെ എത്തിക്കും? ഇതെന്റെ ആത്മാവിന് ജീവൻ തരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. ജഡാഭിലാഷങ്ങൾ ആത്മാവിന്റെ നാശത്തിലേക്ക്, ആത്മീയ അഭിലാഷങ്ങളോ എന്റെ ആത്മാവിനെ നയിക്കുന്നത് ജീവനിലേക്കും സമാധാനത്തിലേക്കും. ഒരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിനെ കുറിച്ചാണ്. ആത്മാവിനെ കുറിച്ച് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയെ കാണണമെന്ന് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായി. ഇവിടെയുള്ള ഒരാളെ കാണുന്ന പോലെ നിങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയെ കാണാൻ കഴിയില്ല. അതിൽ 100 കാര്യങ്ങൾ ചടങ്ങുകളുണ്ട്. പിന്നെ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭയങ്കര സെക്യൂരിറ്റിയാണ്, ഗൺമാന്മാരുണ്ട്, പിന്നെ മുഴുവൻ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഒരു ചെറിയ ഒരു അസ്വസ്ഥത പോലും ഒരു നോട്ട് ചെയ്യും. ഫുൾ ചെക്കപ്പാണ്. പെട്ടെന്നൊന്നും നടക്കരുത്. എന്തുകൊണ്ടാണ് രാഷ്ട്രപതി ഇരിക്കുന്ന ആ മുറിക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള കാരണം? അതിനകത്ത് വിലയുള്ള ഒരു മനുഷ്യനുള്ളത് കൊണ്ടാണ്. ആണോ ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? രാഷ്ട്രപതി ഈ ദേശത്തേക്ക് വരുവാണെങ്കിലോ ഒരാഴ്ച മുമ്പേ ഇവിടെ ഒരു സെക്യൂരിറ്റി, ഇവിടെ മുഴുവൻ പോലീസ് ക്യാമ്പ് ചെയ്യും. ഇവിടെ എല്ലാം അന്വേഷണം അരിച്ചു പെറുക്കി ഭയങ്കര നിരീക്ഷണം, ബോംബ് സ്ക്വാഡ് മുഴുവൻ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇവിടെ ആക്റ്റീവ് ആയിരിക്കും. എന്താ ഇത്ര വിലയുള്ള ഒരാൾ വരുന്നതിന്റെ ഭാഗമായി ചെക്കിങ് മുഴുവൻ. അങ്ങനെയാണ് നോക്കിക്കേ, നമ്മുടെ ഉള്ളിൽ ദൈവം തന്ന ഒരു ആത്മാവിന് ഞാനൊരു വില കൊടുത്താൽ എന്റെ ദൈവവും എന്റെ ശരീരത്തെയും എന്റെ ജീവിതത്തെയും ദൈവം ചെയ്യും ഇതിനേക്കാൾ ശക്തമായി പ്രൊട്ടക്ട് ചെയ്തിരിക്കും. ഹല്ലേലൂയ. കാരണം എനിക്ക് വിലയുള്ള ഒരു ആത്മാവ് എന്റെ ഉള്ളിനുള്ളിലുണ്ട്. അതിന് ഞാൻ വില കൊടുക്കും. ആ വില കൊടുക്കുമ്പോൾ ദൈവം എന്റെ ആത്മാവിന് ശരിക്കും പ്രൊട്ടക്ഷൻ തരും. ഒരു രാഷ്ട്രപതി ഇരിക്കുന്ന മുറി ചുറ്റുമ്പോൾ ഭയങ്കര സെക്യൂരിറ്റി ഉള്ളതുപോലെ, ക്യാമറ നിരീക്ഷണത്തിന് ഭയങ്കര കെയറിംഗ് കൊടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെയും ദൈവം അതുപോലെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. ആത്മാവിന്റെ വില അത്രയും വലുതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചേ, ദൈവം തരുന്ന അനുഗ്രഹം അത് ആത്മാവിലൂടെയാണ് ജീവൻ തരുന്നത്. ബൈബിളിൽ ഒരു വാക്ക് വായിക്കാമോ? റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഷോർട്ടായിട്ട് ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിച്ചേ. യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ
ശരീരങ്ങൾക്കും, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ. മലയാള വാക്ക് ശ്രദ്ധിച്ച്, ആത്മാവിനാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്കത് മനസ്സിലാവാത്തതുകൊണ്ട് ഇതേ മലയാളത്തിന്റെ നേരെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്ത് അതുപോലെ തന്നെ നേരത്തെ വെച്ച് വായിച്ചു. അപ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ത്രൂ ഹിസ് സ്പിരിറ്റ് ദാറ്റ് ഡ്വെൽസ് ഇൻ യു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ രണ്ടിനും മലയാളത്തിൽ രണ്ടർത്ഥമാണ്. കേട്ടെ, ബൈബിളിൽ മലയാളം ബൈബിൾ എഴുതിയിരിക്കുന്നത് ആത്മാവിനാൽ എന്നാണെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളിൽ ത്രൂ ഹിസ് സ്പിരിറ്റ് എന്നാണ്, ആത്മാവിലൂടെ എന്നാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ കേട്ടെ, ആത്മാവിനാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അർത്ഥമാണ് ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് ആത്മാവിലൂടെയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഒരാൾ ലോകം മുഴുവൻ നേടി 10,000 ഏക്കർ സ്ഥലം ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ സ്വന്തം ആത്മാവ് നഷ്ടമായാൽ അവൻ എന്നാ പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ഏറ്റവും വിലയുള്ളത് എന്തിനാ? ലോകം മുഴുവൻ നേടി സ്വന്തം പേരിൽ ഉള്ളതിനേക്കാൾ വിലയാണ് ദൈവം ഒരു വ്യക്തിയുടെ ആത്മാവിൽ കൊടുത്തിരിക്കുന്ന വില. ഇനി അടുത്തത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഇത് പറഞ്ഞപ്പോൾ ഇത് ഒരുപാട് ഒരാൾ കരഞ്ഞുകൊണ്ട് എൻ്റെ കൂടെയുള്ള ഒരാളെടുത്ത് വന്നു, അയ്യോ ആത്മാവിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴാണ് ബോധ്യം കിട്ടിയെന്ന് പറഞ്ഞു, ഇനി ഒരിക്കലും എൻ്റെ ആത്മാവിന് ദോഷം വരുന്നത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ വ്യക്തിയെ കാണാനിടയായി, അല്ലെങ്കിൽ ആ വ്യക്തിയോട് സംസാരിച്ചു. അപ്പോൾ ഒരു കാര്യം കേട്ടു, ഈ വ്യക്തി പറഞ്ഞു, ആത്മാവിന് വില കൊടുത്താൽ നമ്മളുടെ ഭൗതിക മണ്ഡലം കൂടി അനുഗ്രഹിക്കപ്പെടും. പെടുവില്ലയോ? പറയാം. ചില ആൾക്കാർ പറയും, കൗൺസിലിംഗ് നടത്തുന്നവർക്കൊക്കെ ആത്മാവ് പോലെ, അയാൾ ദൈവശുശ്രൂഷൻ, അയാൾക്ക് കൗൺസിലിംഗ്, അയാൾ വലിയ പ്രാർത്ഥിക്ക് നടക്കുന്ന ആൾ, അയാൾക്ക് ആത്മാവ് മതി. പോരാ, ആത്മാവിന് ഞാൻ വില കൊടുത്താൽ എൻ്റെ ഭൗതിക മണ്ഡലം അതുകൂടി ദൈവം അനുഗ്രഹിക്കപ്പെടും. ബൈബിളിൽ ഉദാഹരണ സഹിതം പറയാം. ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ അപ്പം പറഞ്ഞത് എന്നതാ വാക്ക്? അവൻ മരിച്ചവനായിരുന്നു എന്ന് പറഞ്ഞു. അവൻ മരിച്ചവനാണോ? അവൻ ജീവനോടെ പെട്ടിക്കകത്ത് എടുത്തോണ്ട് വരുമല്ല ഇത്. പെട്ടിക്കകത്ത് എടുത്തോണ്ട് വരുവാണെങ്കിൽ അയ്യോ അവൻ മരിച്ചു പോയി എന്ന് പറയായിരുന്നു. ധൂർത്തപുത്രൻ സ്വന്തം കാലം നടന്നു വരുമ്പോൾ അപ്പം പറയുമോ ഇവൻ മരിച്ചവനായിരുന്നു, ഇതാ ഇപ്പോൾ ജീവിക്കുന്നു. അപ്പോൾ ഏത് അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ആത്മാവിന്റെ മരണാവസ്ഥയെ കുറിച്ചാണ്. ശ്രദ്ധിച്ച്, തിരിച്ചു വന്നപ്പോൾ അവൻ അപ്പനിലേക്ക് അടുത്തു വന്നപ്പോൾ അവൻ ജീവിക്കുന്ന ആത്മാവിന് അവൻ വില കൊടുത്തപ്പോൾ അപ്പൻ എന്നാ പറഞ്ഞ്, അവന്റെ കയ്യിൽ ഒരു മോതിരം ഇടുവിൻ, അവന്റെ കാലിൽ ചെരുപ്പ്, പട്ടുവസ്ത്രം, നല്ല അടിപൊളി വസ്ത്രം കൊണ്ടുവരുവിൻ. അവന്റെ ഏത് മേഖല കൂടി അനുഗ്രഹിക്കപ്പെട്ടു. അവൻ വന്നത് എന്തിനാണെന്നറിയോ? യജമാനൻ വീട്ടിൽ എടുക്കുന്ന പണിക്കാരിൽ നിന്ന് ഭക്ഷണം കയ്യിൽ സുഖമായിട്ട് ഭക്ഷിച്ചിട്ട് ആ സൈഡിലേക്ക് കിടക്കാമല്ലോ, മിനിമം ആഗ്രഹത്തോടെയാണ് വന്നേ. ആത്മാവിന് വില കൊടുത്തപ്പോൾ ആ മനുഷ്യന്റെ ഭൗതിക മണ്ഡലം കൂടി അനുഗ്രഹിക്കപ്പെട്ടു. ഇപ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവാത്മാവിന് നിങ്ങൾ വില കൊടുക്കുമ്പോൾ, അതിന് ദോഷമാകുന്ന ഒരു കാര്യവും ചെയ്യാതിരിക്കുമ്പോൾ, നാളെ നിങ്ങളുടെ ഭൗതിക മണ്ഡലം കൂടിയാണ് സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തുന്നത്. തർക്കമില്ല. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോ അവന്റെ അവൻ വിചാരിക്കാത്തൊരു കാര്യമാണ്, എന്റെ കയ്യിൽ ഒരു മോതിരം ഇടും, അത് പ്രതീക്ഷിച്ച് വന്നതല്ല. എന്റെ കാലിൽ നല്ല ചെരുപ്പ് അപ്പൻ ഇടിച്ചു തരും, അത് പ്രതീക്ഷിച്ച് വന്നതല്ല. എന്റെ എന്റെ ദേഹത്തൊരു നല്ല വസ്ത്രം, ഇന്ന് വരെ ഇടാത്തൊരു പുതിയ വസ്ത്രം അവിടെ ഒരുക്കി വെച്ചത് എനിക്ക് തരുമെന്നൊന്നും അല്ല, പ്രതീക്ഷിച്ച് വന്നതല്ല. അത് അവരുടെ ഭൗതിക മണ്ഡലം കൂടി അനുഗ്രഹിക്കപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തത് ബൈബിളിൽ ഒരു വ്യക്തിയാണ്, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സോളമൻ, 3-ാം അധ്യായത്തിൽ സോളമന്റെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചേ. സോളമൻ, ദൈവം സോളമനെ അനുഗ്രഹിക്കാൻ ഇഷ്ടപ്പെട്ടപ്പോൾ സോളമനോട് പറഞ്ഞതെന്നാ, നിനക്ക് എന്തു വേണേലും നീ ചോദിച്ചോ, പണം വേണേ പണം ചോദിച്ചോ, സമ്പത്ത് വേണേ സമ്പത്ത് ചോദിച്ചോ, എന്ത് ചോദിച്ചോ ഞാൻ തരുമെന്ന് പറഞ്ഞു. സോളമൻ ചോദിച്ചത് എന്നതാ, എനിക്ക് ജ്ഞാനവും വിവേകവും മതി, പരിശുദ്ധാത്മാവിനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സോളമന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചത് ഏത് ലെവലാണെന്നറിയോ? അവന്റെ ഭൗതിക മണ്ഡലം അനുഗ്രഹിച്ചു. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ് 13-ാമത്തെ വാക്യം, നീ ചോദിക്കാത്തവ കൂടി നിനക്ക് ഞാൻ തരും. 2-3 കാര്യങ്ങളാണ് കൊടുത്തേ. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്ത്, മഹത്വം മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. പറഞ്ഞു ഹല്ലേലൂയ. സോളമൻ തന്റെ ദൈവം തന്ന ആത്മാവിന് വില കൊടുത്തപ്പോ സോളമന്റെ ഭൗതിക മണ്ഡലത്തെ ആരനുഗ്രഹിച്ചു? ദൈവം അനുഗ്രഹിച്ചു. നമുക്ക് പലർക്കും ആത്മാവ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ആത്മാവിന് വില കൊടുക്കണം. നമ്മളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല.
എന്റെ മക്കൾക്ക് കാനഡയിൽ UK അവിടെ പോകണം ഇവിടെ പോകണം അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ദൈവം നന്ദി, ആത്മാവിനെ കുറിച്ച് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ആത്മാവിന് ഒരു വില കൊടുത്താൽ നമ്മൾ പേടിക്കേണ്ട, എന്റെ ഭൗതിക മണ്ഡലം അനുഗ്രഹിക്കപ്പെടും. തെറ്റിദ്ധരിക്കരുത്. എന്നാൽ എന്റെ ഭൗതിക മണ്ഡലം അനുഗ്രഹിക്കും, എന്നാൽ ആത്മാവിന് വില കൊടുത്തേക്കാൻ ചിന്തിക്കരുത്. അതായത് ഭൗതിക മണ്ഡലം എന്തെങ്കിലും അനുഗ്രഹം വരുമെന്ന് വിചാരിച്ചല്ല ആത്മാവിന് വില കൊടുക്കേണ്ടത്. ആത്മാവിന് വില കൊടുക്കുമ്പോൾ ദൈവം എന്റെ ഭൗതിക മേഖലയെ അനുഗ്രഹിച്ചുയർത്തിയിരിക്കും. പറയാമോ ഹല്ലേലൂയ? പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവാണ് ജീവൻ നൽകുന്നത്. എന്തിന് ജീവൻ നൽകുന്നത്? ജീവൻ ഇല്ലാത്തതിന്. എന്തിനാ ജീവൻ? അതാണ് യോഹന്നാൻ 6:63 ബൈബിൾ. ആത്മാവാണ് എന്തിന് ജീവൻ നൽകുന്നത്? എന്റെ പരാജയപ്പെട്ടു പോയ കുടുംബജീവിതം, അതിന് ജീവൻ നൽകുന്ന ആരാ? ആത്മാവാണ് ജീവൻ നൽകുന്നത്. എന്റെ ബിസിനസ്സും എന്റെ സാമ്പത്തികവും പരാജയത്തിന്റെ പടുകുഴിയിൽ കിടക്കുകയാണ്. ഇപ്പോൾ ആത്മാവാണ് ജീവൻ നൽകുന്നത്. എന്റെ മക്കൾ ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം തിരിച്ചു പറഞ്ഞാൽ പ്രത്യേക സ്വഭാവമാണ്, പറയാൻ തന്നെ പേടിയാണ്. എനിക്കൊരു വിഷമം തോന്നുന്നുണ്ട് എന്റെ മക്കളോട് ഇങ്ങനെയൊക്കെ പറയാൻ. മക്കളുടെ ജീവിതം കൈവിട്ടു പോയി. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവിലൂടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും മാറ്റമുണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളുകളും പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിൽക്കുന്നവരും പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. നിങ്ങൾ ആത്മാവിനൊരു വില കൊടുക്കുക. ആത്മാവ് നഷ്ടപ്പെടാൻ ഇടയാകരുത്. ആത്മാവിന് ലോകം മുഴുവൻ നേടിയതിനേക്കാൾ വലിയ വിലയാണ് ദൈവം എനിക്ക് തന്നെ. അതുകൊണ്ടാണ് ആത്മാവിന് വില കൊടുക്കുന്ന ഒരാളെ ദൈവം അതുപോലെ